അങ്ങനെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂടെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേറൊരു സ്പൈഡർമാനെ കിട്ടിയിരിക്കുകയാണ്, സ്പൈഡർ നോയർ. ആമസോൺ പ്രൈമിലാണ് ഈ സീരീസ് റിലീസായിട്ടുള്ളത്. ഒരുമിച്ച് 8 എപ്പിസോഡ് ഒരുമിച്ച് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ ആ സീരീസ് കാണാത്തവരാണെങ്കിൽ സീരീസ് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചെറിയൊരു റിവ്യൂ മാത്രമല്ല, മൊത്തം ആ സ്റ്റോറിയും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. സോ ഒരു സ്പോയിലർ ആയിരിക്കും. സോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സ്പൈഡർമാൻ നോർമൽ സ്പൈഡർമാൻ വെർഷൻ മാത്രമല്ലാതെ വേറെ മൾട്ടിവേഴ്സുകളിൽ വേറെയും പല വെർഷൻസ് ഉണ്ട്. അതായത് സ്പൈഡർവേഴ്സിൽ നമ്മുടെ ഇപ്പോൾ സ്പൈഡർ ഹാം ഉണ്ട്, അതേപോലെ ഇന്ത്യൻ വെർഷൻ ആയിട്ടുള്ള പവിത്ര പ്രഭാകർ ഉണ്ട്. അങ്ങനെ ഒരുപാട് വെർഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു വെർഷനാണ് സ്പൈഡർ നോയർ. ഓൾറെഡി കോമിക്കിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ വേരിയൻ്റ് തന്നെ ആണെങ്കിലും സ്പൈഡർമാൻ ഇൻടു ദ സ്പൈഡർവേഴ്സ് ഇറങ്ങിയപ്പോഴാണ് കുറച്ചും കൂടി ഒരു വൈഡർ ഓഡിയൻസിലേക്ക് ഈ ഒരു സ്പൈഡർ നോയറിൻ്റെ ക്യാരക്ടർ എത്തിയത് തന്നെ. അതായത് ഈ ഒരു സ്പൈഡർ നോയറിൻ്റെ യൂണിവേഴ്സിൽ 90s 80s 70s ആ കാലഘട്ടമായിരിക്കും. അങ്ങനെ ആ യൂണിവേഴ്സിലുള്ള അവിടുത്തെ ക്രൈംസ് ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്പൈഡർമാൻ ആയിരിക്കും ഈ സ്പൈഡർമാനെ ആ പടത്തിൽ കാണിച്ചിട്ടുണ്ടാവുക. ആ ഒരു കാലഘട്ടത്തിലുള്ളതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആ ഒരു ടോൺ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിലായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ആ സെയിം സ്പൈഡർമാൻ സ്റ്റോറി തന്നെയാണ്. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡർ കഴിക്കുന്നത്, അങ്ങനെയാണ് പുള്ളി സ്പൈഡർമാൻ ആക്കുന്നത്. അതായത് പീറ്റർ പാർക്കർ വെർഷൻ തന്നെയാണ് ആ സ്പൈഡർ നോയർ എന്നുള്ള പറയുന്ന ക്യാരക്ടർ. പക്ഷേ നമ്മുടെ ഈ സീരീസിലേക്ക് വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സീരീസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇവർ റിലീസ് ചെയ്തിട്ടുള്ള ആ എപ്പിസോഡ്സ് തന്നെയാണ്. അതായത് ബാക്കിയുള്ള എപ്പിസോഡ്സ് പോലെ ഓരോരോ ആഴ്ച ഓരോന്ന് റിലീസ് ചെയ്തിട്ട് വെറുപ്പിക്കാതെ മൊത്തം ഒരൊറ്റ ദിവസം തന്നെ റിലീസ് ചെയ്തിട്ട്, അതായത് നമുക്ക് ഒറ്റയടിക്ക് ഇരുന്ന് ബെഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് മൊത്തം സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ നിക്കോളസ് കേജിൻ്റെ ആക്ടിങ്. അതായത് ഈ ട്രെയിലറൊക്കെ വന്നപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ സ്പൈഡർമാൻ്റെ ഒരു ക്യാരക്ടറും നിക്കോളസ് കേജിൻ്റെ ഇപ്പോൾ ഉള്ളൊരു ഫിസിക്കും തമ്മിലൊന്നും മാച്ച് ആവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ സീരീസ് കണ്ടപ്പോൾ വെൽ ഡിഫൈൻഡ് ആയിട്ട് തന്നെ മനസ്സിലാവും നമുക്ക്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സീരീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും അവൈലബിൾ ആയിട്ടുണ്ട്. മാക്സിമം എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ആ ഫൈറ്റ് സീക്വൻസസും മൊത്തത്തിൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ല ഇമ്പാക്റ്റ് കിട്ടും. ഇനി ഇതിൻ്റെ ബാക്കി ന്യൂട്രൽസും നെഗറ്റീവ്സൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ സ്റ്റോറി എന്താണെന്ന് മൊത്തത്തിൽ ഒരു വൺ ലൈനർ പോലെ നോക്കിയേക്കാം. നമ്മുടെ സ്പൈഡർ നോയർ, അതായത് ബെൻ റൈലി എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിക്കാരൻ്റെ ഗേൾ ഫ്രണ്ട്, ഐ മീൻ വൈഫാണെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല, ഗേൾ ഫ്രണ്ട് മരിച്ചതിന് ശേഷം ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ പുള്ളിയുടെ നോർമൽ ലൈഫ് ജീവിക്കുകയാണ്. പുള്ളിക്ക് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി കമ്പനി ഉണ്ട്. അങ്ങനെ അതും നടത്തി പൈസ കിട്ടിയാൽ എന്ത് പണിയും ചെയ്യുന്നുള്ള രീതിക്ക് പുള്ളി സമാധാനമായിട്ട് അങ്ങ് ജീവിക്കുകയാണ്. അങ്ങനെ പുള്ളിക്ക് ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഒരു കേസിൽ ഏർപ്പെടേണ്ടി വരികയാണ്. അങ്ങനെ ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് പുള്ളി മാത്രമല്ല അന്വേഷിക്കുന്നത്, വേറെ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട്. അങ്ങനെ ഇത് മൊത്തത്തിൽ അന്വേഷിച്ച് കണക്ട് ചെയ്ത് പോകുമ്പോഴാണ് പുള്ളി അത് ഇൻവോൾവ് ആവുന്നത്. അതായത് പുള്ളി അതിലൊരു ആ ഒരു കേസിൻ്റെ മേജർ പാർട്ടായിട്ട് വരികയാണ്. ഈ നമ്മുടെ സ്പൈഡർമാൻ്റെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ അതും കോമിക്കൊന്നും പടത്തിലുള്ളതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒറിജിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 90s 70s കാലഘട്ടത്തിൽ ഓഫ് കോഴ്സ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന, ഐ മീൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ആ ടൈമിൽ ഒരു സോൾജർ ആയിട്ടുണ്ടായിരിക്കും നമ്മുടെ ബെൻ റൈലി എന്ന് പറയുന്ന ക്യാരക്ടർ. അങ്ങനെ ഇവർ ജർമ്മൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റിസർച്ച് സെൻറ്ററിൽ പോയിട്ട് അവിടെയുള്ള കുറച്ച് ഹോസ്റ്റേജസിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് തന്നെ ഈ ജർമ്മൻസ് അവിടെയുള്ള ഒരുപാട് ജനങ്ങളെ പിടിച്ചിട്ട് അവരുടെയൊക്കെ DNA മ്യൂട്ടേഷൻസ്, അതായത് ഒരുപാട് മൃഗങ്ങളുടെയും റെപ്റ്റൈൽസിൻ്റെയും ഒക്കെ DNAs ഹ്യൂമൻസിൻ്റെ DNAs ആയിട്ട് മ്യൂട്ടേറ്റ് ചെയ്തിട്ട് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ അവരെ എല്ലാവരും രക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബെൻ റൈലി ഒരു എക്സ്പെരിമെൻ്റലായിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കാണുന്നത്. അതായത് ഒരു സ്പൈഡറുമായിട്ട് മ്യൂട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ. അങ്ങനെ ആ പുള്ളി ഓൾമോസ്റ്റ് പകുതിയോളം ഒരു സ്പൈഡറായിട്ട് തന്നെ മാറിയിട്ടുണ്ടാവും. അങ്ങനെ അയാളാണ് നമ്മുടെ ഈ ബെൻ റൈലിനെ കടിക്കുന്നത്. അതായത് റേഡിയോ ആക്റ്റീവ് സ്പൈഡറൊന്നും അല്ല നമ്മുടെ സ്പൈഡർമാനെ കടിച്ചിട്ട് പുള്ളി സ്പൈഡർ ആവുന്നത്. ഈ ഓൾറെഡി ജർമ്മൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സ്പെരിമെൻറ്റ് കാരണം ഓൾറെഡി സ്പൈഡർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുള്ളി നമ്മുടെ ഈ ബെൻ റൈലിനെ കടിക്കുകയാണ്. അങ്ങനെയാണ് പുള്ളിക്ക് ഈ പവേഴ്സ് കിട്ടുന്നത്. ഇനി ഇതിൽ ബാക്കിയുള്ള വില്ലന്മാരെ പറയുകയാണെങ്കിൽ അതും പുള്ളിയുടെ ഈ ഒറിജിനുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം ഇതേപോലെ തന്നെ ആ ഹോസ്റ്റേജസ് ആയിട്ട് ഒരുപാട് പേരെ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് ഈ സ്പൈഡറിനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ മണ്ണ് വെച്ചിട്ടും ലിസാർഡിനെ വെച്ചിട്ടും അങ്ങനെ ഒരുപാട് പേരെ ഇതേപോലെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഈ വില്ലന്മാരൊക്കെ അവിടെ നിന്നാണ് ക്രിയേറ്റ് ആയിട്ടുള്ളതും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇതിനൊക്കെ ഒരു ആൻറ്റിഡോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ ശ്രമിക്കുന്നുണ്ടാവും. കാരണം അവരുടെ മകനും അത് കാരണം എഫക്റ്റഡ് ആയിട്ടുണ്ടാവും. അത് കാരണം തന്നെ അവരുടെ മകൻ വയസ്സായിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതായത് അവരുടെ പ്രായത്തിനേക്കാളും കൂടുതലായിട്ട് പ്രായമായിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അതിന് ആൻറ്റിഡോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൈഡർമാനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഐ മീൻ സ്പൈഡർമാൻ എന്നല്ല, സ്പൈഡറിന് മാത്രമേ നമ്മുടെ ഈ സ്പൈഡർമാനെ ഈ സീരീസിൽ മൊത്തം പറയുന്നുള്ളൂ. അങ്ങനെ ഈ സ്പൈഡറിനെ കൊണ്ട് മാത്രമേ അതിനുള്ള ആൻറ്റിഡോട്ട് കണ്ടുപിടിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മുടെ സ്പൈഡറിനെ കടത്തുകയാണ്. എങ്ങനെ കടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു പെണ്ണിനെ അങ്ങനെ ആ പെണ്ണ് ഊഞ്ഞാലാട്ടും. ആക്ച്വലി ഓൾറെഡി തന്നെ ആ റിസർച്ചിലുണ്ടായ ഒരുപാട് പേർക്ക് പവേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ അവരെയൊക്കെ കൊണ്ടുവന്ന് വന്നിട്ട് അവരുടെ അടുത്ത് നിന്നൊക്കെ ഈ ആൻറ്റിഡോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഡോക്ടർ നടത്തിയ ഈ ടെസ്റ്റ് കാരണമാണ് വീണ്ടും അവരുടെ പവേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് അവരൊക്കെ ഓൾറെഡി ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ മരിക്കുകയാണെങ്കിൽ പോട്ടെ, എന്നാലും കുഴപ്പമില്ല, കുറച്ച് നല്ല രീതിക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ പിന്നെ നമ്മുടെ വില്ലനായിട്ടുള്ള അപ്പൂപ്പൻ്റെ കൂടെ ചെയ്യുന്നതൊക്കെ. അത് നമുക്ക് പിന്നെ വരാം, അത് ഇത് പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ ആയിരിക്കും ഇവർ നമ്മുടെ ആ സ്പൈഡറിൻ്റെ DNA വെച്ചിട്ട് സ്പൈഡറിൻ്റെ ലിവർ എന്നൊക്കെ സാധനങ്ങളൊക്കെ ചുരണ്ടി എടുത്തിട്ട് ആൻറ്റിഡോട്ട് ഇവർ കണ്ടുപിടിക്കും. പിന്നെ ഇതിൽ മെയിൻ വില്ലനായിട്ട് സിൽവർമെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ യൂണിവേഴ്സിൽ നമ്മുടെ സ്പൈഡർമാനെ ഇത്രയും വില്ലനായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കിങ് പിന്നെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കണം. പക്ഷേ കിങ് പിൻ ഒന്നും ക്ലിയർ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല. കിങ് പിൻ ഒന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അതേപോലെ പവേഴ്സുള്ള സിൽവർമെയിൻ എന്നായിരിക്കും പുള്ളിനെ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവുക. കിങ് പിൻ ആയിരിക്കണം. അതേസമയം മറ്റേ ആ ഡോക്ടർ ഇപ്പോൾ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ് കാരണം കുറച്ച് പവേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സാണ് നമ്മുടെ മെഗാവാട്ട്, സാൻഡ് മാൻ, ടോം സ്റ്റോണിനെ പോലുള്ള ക്യാരക്ടേഴ്സൊക്കെ. അങ്ങനെ ഇവരെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് നമ്മുടെ ഈ സിൽവർമെയിൻ പുള്ളിയതായിട്ടുള്ള ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനെ ഈ നമ്മുടെ ഈ സ്പൈഡർ നോയർ എങ്ങനെ തകർത്തു, എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് എല്ലാം കണ്ടുപിടിച്ച് എല്ലാം നേരെയാക്കി അവരൊക്കെ എങ്ങനെ ക്യൂർ ചെയ്തു എന്നുള്ള കുറേ മൊത്തത്തിലുള്ള സ്റ്റോറി പറയുന്നതാണ് ഈ സ്പൈഡർ നോയർ എന്ന് പറയുന്ന മൊത്തം സീരീസ് തന്നെ. സോ ഇതാണ് ആ മൊത്തത്തിലുള്ള സീരീസിൻ്റെ ഒരു വൺ ലൈനർ തന്നെ. ഇനി ഇതിൻ്റെ നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ആ സ്പൈഡർ നോയറിൻ്റെ ക്യാരക്ടർ തന്നെയാണ്. കാരണം ഇതിൽ കൂടുതലായിട്ടും നമ്മൾ സ്പൈഡർമാൻ്റെ ആ സ്പൈഡറിൻ്റെ മെയിനായിട്ടുള്ള ഹ്യൂമൻ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ബെൻ റൈലിനായിരിക്കും കൂടുതലായിട്ട് നമ്മളിത് കണ്ടിട്ടുണ്ടാവുക. അതായത് സ്പൈഡർ നോയർ അവിടെ ഇവിടെയും കുറച്ച് ക്യാമിയോ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതല്ലാതെ കൂടുതലായിട്ടും ബെൻ റൈലി ആയിരിക്കും ഇതിലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക. ഐ മീൻ പുള്ളിയാണ് മൊത്തം സ്റ്റോറിയും തൂക്കി അങ്ങ് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ച് സ്പൈഡർ നോയർ വരുന്ന സീക്വൻസസ് ഒന്നും ബോറാണെന്നല്ല, പുള്ളി വരുന്ന ചില ഫൈറ്റ് സീക്വൻസസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എന്നാലും പുള്ളിക്ക് സ്ക്രീൻ ടൈം കുറവായിരുന്നു. പിന്നെ ഇതിൽ വേറെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഓഫ് കോഴ്സ് നമ്മുടെ നിക്കോളസ് കേജ് തന്നെയാണ്. കാരണം പുള്ളിയുടെ ബെൻ റൈലിലുള്ള ഗെറ്റപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പുള്ളിക്ക് നല്ല വയസ്സായി, കുമ്പയൊക്കെ ചാടി അത്യാവശ്യം കളവനായിട്ടുള്ളൊരു ലുക്കാണ് ഉള്ളത്. അതേപോലെ തന്നെ പുള്ളി സ്പൈഡർ നോയറായിട്ട് വരുന്നുണ്ട്. പക്ഷേ സ്പൈഡർ നോയറായിട്ട് പുള്ളി വരുമ്പോൾ അത് സ്റ്റണ്ടബിളാണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം ആ സ്പൈഡർ നോയറായിട്ട് പുള്ളിയുള്ള ആ ഫൈറ്റും പുള്ളി നോർമലായിട്ട് ആ സൂട്ട് നിൽക്കുന്ന ഫൈറ്റും പുള്ളിയുടെ നോർമൽ ബെൻ റൈലി ആയിട്ടുള്ള ആ ഫോമൊക്കെ കാണുമ്പോൾ തന്നെ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. പക്ഷേ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, വയസ്സായിട്ടുള്ള പുള്ളി എങ്ങനെ അതൊക്കെ ചെയ്യാൻ അടിയിടിയൊക്കെ. അതുകൊണ്ട് കുഴപ്പമില്ല, വിട്ടേക്കാം. ഇനി ഇതിൻ്റെ വില്ലൻസിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് നമ്മുടെ ഇലക്ട്ര വരുന്നുണ്ട്. പക്ഷേ ഇലക്ട്രോനെ ഇതിൽ മെഗാവാട്ട് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ സാൻഡ്മാൻ വരുന്നുണ്ട്, ടോം സ്റ്റോൺ വരുന്നുണ്ട്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ക്യാരക്ടർ ആർക്ക് കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇതിൽ നമ്മുടെ ആ മെഗാവാട്ടിനെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ മെയിനായിട്ട് അങ്ങ് വില്ലനെന്നും പറയാൻ പറ്റില്ല. എന്നാൽ വില്ലത്തരാണ് ഇവന്മാർ ചെയ്യുന്നതും. അതായത് എന്തായാലും ചാവാൻ പോവാ, എന്നാൽ പിന്നെ നല്ല രീതിക്ക് കുറച്ച് ജീവിതം എന്താണെന്ന് ആസ്വദിച്ചിട്ട് ചാവാന്ന് വിചാരിച്ചിട്ട് അവന്മാർ ഈ തെറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സിൽവർമാൻ്റെ കൂടെ ചേരുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഇലക്ട്രോ ആയിട്ടുള്ള മെഗാവാട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി കിടിലൻ വില്ലനായിരുന്നു. കാരണം അവൻ്റെ ആ കളിയൊക്കെ കാണുമ്പോൾ തന്നെ അവനെ പിടിച്ച് കൊല്ലാൻ തോന്നും. എന്തായാലും അവനെ തീർത്ത് കിട്ടുന്നുമുണ്ട്. പിന്നെ ഇതെനിക്ക് ആകെ സങ്കടം തോന്നിയ ആ പാവ ബെൻ റൈലി മനുഷ്യനെ ആലോചിച്ചിട്ടാണ്. കാരണം ഒരു പെണ്ണിനെ സ്നേഹിച്ച് എന്തായാലും ജീവിതം ഒരു വഴിക്കായി. അതിനുശേഷം അയാൾക്ക് ഒരാവശ്യമില്ലായിരുന്നു വീണ്ടും പ്രേമിക്കേണ്ടത്, എന്നിട്ട് അവസാനം അടിച്ച് കിട്ടിയില്ലേ. പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരീസ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഡാർക്കസ്റ്റ് സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞുള്ള രീതിക്കായിരുന്നു പ്രൊമോഷനൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഡാർക്കസ്റ്റ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ ഇത് ഇരുട്ടിൽ കാണിക്കുന്ന പോലെ ഉണ്ട്. ഐ മീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ശരിക്കും ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്, വൈറ്റിലും. പക്ഷേ കളറിലും ഓൾറെഡി ഇതെന്തായാലും ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഡാർക്കിൽ കാണിക്കുന്നതുകൊണ്ടാണോ ഡാർക്കസ്റ്റ് സ്പൈഡർമാൻ എന്ന് ഇതിൽ പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം പ്രത്യേകിച്ച് ഡാർക്കായിട്ട് ഇതിലൊന്നും കാണുന്നില്ല. മെയിൻലി ഈ സ്പൈഡർ നോയർ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്ന പോലെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ നമ്മുടെ ഈ സ്പൈഡർ നോയർ ഗണ്ണൊന്നും യൂസ് ചെയ്യുന്നില്ല. അതായത് വേണ്ടി വന്ന എല്ലാവരും കൊല്ലുന്നുള്ള രീതിക്കുള്ളൊരു പണിഷർ ടൈപ്പ് സംഭവമാണ് ഈ സ്പൈഡർ നോയർ എന്ന് പറയുന്നത് തന്നെ. പക്ഷേ പുള്ളി നമ്മുടെ സ്പൈഡർമാൻ ടൈപ്പ് തന്നെയാണ് ഇതിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നാട്ടുകാരെ രക്ഷിക്കുന്ന നോ കില്ലിംഗ് പോളിസി പോലുള്ളൊരു സംഭവമാണ്. അതായത് നാട്ടുകാരെ രക്ഷിക്കുന്നൊന്നും ഞാൻ ചെയ്യുന്ന പരിപാടിയല്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ജീവിക്കുന്നതെങ്കിലും പുള്ളി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പുള്ളി തന്നെ ഈ സീരീസിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ക്യാരക്ടർ ആർക്ക് നമ്മുടെ ഈ സ്പൈഡർ നോയറിന് വേണ്ടി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് പോലെ വർക്കൗട്ട് ചെയ്ത്. കാരണം നമ്മുടെ ഈ സ്പൈഡർ നോയർ എന്ന് പറയുന്നത് ഞാൻ ആരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല, ഞാൻ എൻ്റെ സ്വന്തം ലൈഫ് ജീവിച്ചോളാം എന്നുള്ള രീതിക്ക് പുള്ളിക്ക് ഈ സ്പൈഡർ പവേഴ്സേ ആവശ്യമില്ല. അതെന്തോ ഒരു ശാപം പോലെയാണ് പുള്ളി കാണുന്നത്. അങ്ങനെ ആ ശാപത്തിൽ നിന്ന് എങ്ങനെ കരകയറണം എന്നൊക്കെ പുള്ളി പഠിക്കുന്ന രീതിക്കും അവസാനം ഒരു ഘട്ടത്തിൽ പുള്ളി തന്നെ ആ പവേഴ്സ് ഉപേക്ഷിക്കുന്ന രീതിക്ക് തന്നെ മാറുന്നുണ്ട്. അതിനുശേഷം വിത്ത് ഗ്രേറ്റ് പവേഴ്സ് കം ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിക്കായിരിക്കും ഈ എൻഡ് ആയിട്ടുണ്ടാവുക. പക്ഷെ അതിന് മുമ്പ് വരെ പവേഴ്സ് ഉണ്ടെങ്കിലല്ലേ ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് വിത്ത് നോ പവേഴ്സ് നോ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള രീതിക്കായിരിക്കും പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ ചേർത്തിട്ട് മേയറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ മീൻ പുള്ളി പോലും അറിയാതെ മേയർ ഈ സ്പൈഡർ നോയർ മേയറിൻ്റെ ആളായി. അത് പുള്ളി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ ചേർത്തിട്ട് അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് വെറുതെ ഇട്ട് വലിപ്പിക്കാണ്ട് ഒറ്റ ദിവസം തന്നെ എല്ലാ എപ്പിസോഡും റിലീസ് ചെയ്തതാണ്. കാരണം അടുത്തടുത്ത എപ്പിസോഡിലേക്ക് എന്താണെന്നുള്ളൊരു ട്വിസ്റ്റും ടേണും ഒക്കെ വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി മാത്രമുള്ള വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇതിലില്ല.
ഒറ്റയടിക്ക് ഇരുന്ന് ബെഞ്ച് വാച്ചായിട്ട് ഒന്ന് കണ്ടു തീർക്കാമെന്നല്ലാതെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതായത് സ്പൈഡർ നോയർ എന്നുള്ള ക്യാരക്ടറും നമ്മുടെ പീറ്റർ പാർക്കർ തന്നെയാണെന്നുള്ളത്. കോമിക്സിലും ഇൻടു ദ സ്പൈഡർ-വേഴ്സ്, ഐ മീൻ മൂവീസിലുള്ള കാര്യങ്ങളിലൊക്കെ ശരിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൽ ബെൻ റൈലി എന്ന് പറഞ്ഞിട്ടുള്ള വേറെ തന്നെ ഒരു ക്യാരക്ടറിനെ ആയിരിക്കും നമ്മുടെ ഈ സ്പൈഡർ നോയറിൻ്റെ സീരീസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതങ്ങനെ യൂസ് ചെയ്യാൻ കാരണം കൂടിയുണ്ട്. കാരണം പീറ്റർ പാർക്കർ ഓൾറെഡി ഈ സ്പൈഡർമാൻ മാർവലിൻ്റെ ആണല്ലോ. അങ്ങനെ മാർവലിൻ്റെ ഹോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്ന പോലെ കാണിക്കാൻ പാടില്ല. അതൊക്കെ ഈ സോണിയുടെ ആയിട്ടുള്ള കോൺട്രാക്റ്റിലൊക്കെ ഉള്ള കാര്യമാണ്. അതുമാത്രമല്ല, പീറ്റർ പാർക്കർ എന്നുള്ള ആ പേര് വരുന്നൊരു ക്യാരക്ടറും അത് ചെയ്യാൻ വേണ്ടി പാടില്ല. പക്ഷേ ഈ സ്പൈഡർ നോയർ ക്യാരക്ടർ ഈ കുടിക്കുന്നതും വലിക്കുന്നതും പോലത്തെ സീനൊക്കെ ഓൾറെഡി നമ്മൾ ഇതിൽ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഓൾറെഡി ഒരു ഷോർട്ടായിട്ട് ചെയ്തിട്ടുള്ളതുമാണ്. അതായത് ഈ സ്പൈഡർമാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് ഇതിൽ ബെൻ റൈലി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഈ സ്പൈഡർ മാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ സ്പൈഡർ മാനാണെന്ന് എവിടെയും പറയുന്നില്ല, സ്പൈഡറിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ വല്ല കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും മാർവൽ അറിയാണ്ടായിരിക്കില്ലല്ലോ ഇതൊക്കെ എടുക്കുന്നത്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് എന്നൊന്നും പറയാൻ പറ്റില്ല, വൺ ഓഫ് ദ ഗുഡ് സീരീസ് ആണ്. അതായത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിക്ക് സ്പൈഡർമാനെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവർ കാണാൻ പറ്റിയ ഒരു നല്ല സീരീസാണ്. പിന്നെ ഇതിൽ ആക്ഷൻ സീക്വൻസസ് ആണെങ്കിലും ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക, എന്നാലേ കുറച്ചും കൂടി ഒരു പഞ്ച് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ എപ്പിസോഡ് വൈസ് ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മൾ എപ്പിസോഡ് വൈസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.